ശാന്തിയുടെയും സമാധാനത്തിന്റെയും മധ്യസ്ഥ ചർച്ചകൾക്ക് വേദിയായിരുന്ന ഖത്തറിന്റെ മണ്ണിൽ ഒരു മിസൈൽ ആക്രമണം നടന്നുവെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ സെപ്റ്റംബർ 9-ന് ഉച്ച കഴിഞ്ഞിട്ട് ദോഹ നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ച സ്ഫോടനങ്ങൾ അത് സത്യമാണ് എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ഈ ആക്രമണം വെറും യാദൃച്ഛികമാണെന്ന് കരുതി തള്ളിക്കളയാനാകില്ല. എല്ലാം കരുതിക്കൂട്ടിയുള്ള നീക്കമായിരുന്നു എന്നാണ് പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകരും സമ്മതിക്കുന്നത്. ലോകത്തെ ഞെട്ടിച്ച ഈ സംഭവത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്കൊരു അന്വേഷണം നടത്താം. മുതിർന്ന ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ നടന്ന ഈ ആക്രമണം. ഒക്ടോബർ 7-ലെ ക്രൂരമായ കൂട്ടക്കൊലയ്ക്ക് നേരിട്ട് ഉത്തരവാദികളായവരെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ ഒരു പരമാധികാര രാജ്യത്തിന്റെ മണ്ണിൽ ഇസ്രായേൽ നടത്തിയ ഈ അശ്രദ്ധമായ നടപടിയെ ഖത്തർ ശക്തമായിട്ട് അപലപിച്ചു കഴിഞ്ഞു. ദോഹയുടെ മധ്യഭാഗത്തുള്ള വെസ്റ്റ് ബേ ലഗൂൺ ജില്ലയ്ക്ക് സമീപമുള്ള വാദി റൌദാൻ സ്ട്രീറ്റിലെ ഒരു പെട്രോൾ സ്റ്റേഷനടുത്തുള്ള സമുച്ചയത്തിൽ നിന്നാണ് സ്ഫോടനശേഷം പുക ഉയരുന്നത് ദൃശ്യങ്ങളിൽ കണ്ടത്. 15 ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ ഈ ഓപ്പറേഷനിൽ ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് 10 യുദ്ധോപകരണങ്ങളെ പ്രയോഗിച്ചതായിട്ടും ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2012 മുതൽ ഖത്തർ ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോയ്ക്ക് ആതിഥേയത്വം വഹിക്കുകയാണ്. ഒക്ടോബർ 7-ലെ ആക്രമണത്തിന് ശേഷം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പരോക്ഷ ചർച്ചകളിൽ ഖത്തർ ഒരു നിർണായക പങ്ക് വഹിച്ചിരുന്നു. ഹമാസിന്റെ ചർച്ചാ പ്രതിനിധി സംഘത്തിലെ അംഗങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടന്നത് എങ്കിലും അവർ രക്ഷപ്പെട്ടുവെന്ന് ഹമാസ് അറിയിച്ചു. എന്നിരുന്നാലും ഒരു ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 6 പേർ കൊല്ലപ്പെട്ടതായിട്ടും ഹമാസ് സ്ഥിരീകരിക്കുന്നുണ്ട്. കൊല്ലപ്പെട്ടവരുടെ പട്ടിക ഹമാസ് പുറത്തുവിട്ടിട്ടുമുണ്ട്. അതിൽ ഹമാസിന്റെ മുഖ്യ ചർച്ചക്കാരനായ അൽ ഹയയുടെ മകൻ ഹുമാം അൽ ഹയയുടെ ഓഫീസിന്റെ ഡയറക്ടർ ജിഹാദ് ലബാദ്, അബ്ദുള്ള അബ്ദുൽ വാഹിദ് മൊബൈൻ, ഹസൌന അഹമ്മദ് അൽ മലൂക്, ഖത്തർ ആഭ്യന്തര സുരക്ഷാ സേനയിലെ കോർപ്പറൽ ബദൽ സദ് മുഹമ്മദ് അൽ ഹുമൈദി എന്നിവർ ഉൾപ്പെടുന്നു. സമാധാനത്തിനായി ഒരു കരാറിലും എത്താൻ നെതന്യാഹുവും അദ്ദേഹത്തിന്റെ സർക്കാരും ആഗ്രഹിക്കുന്നില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ ആക്രമണം എന്നാണ് ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞത്. ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് ആക്രമണം പൂർണ്ണമായിട്ടും സ്വതന്ത്രമായ ഒരു ഇസ്രായേലി നടപടിയായിരുന്നു എന്നാണ് പ്രസ്താവന അറിയിച്ചത്. ഇസ്രായേൽ അത് ആരംഭിച്ചു, ഇസ്രായേൽ അത് നടത്തി, ഇസ്രായേൽ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്നും അവർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ആക്രമണത്തെക്കുറിച്ച് വൈറ്റ് ഹൗസിന് അറിവുണ്ടായിരുന്നതായിട്ടാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചത്. ദോഹയിലേക്ക് തൊട്ടടുത്തുള്ള അൽ ഉദൈദയിൽ നിന്നും വലിയ അമേരിക്കൻ വ്യോമതാവളം ഉള്ളത് ഈ വിഷയത്തിൽ അമേരിക്കയുടെ പങ്ക് കൂടുതൽ സംശയാസ്പദമാക്കുന്നുണ്ട്. ആക്രമണം നടന്നത് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ട്രൂത്ത് സോഷ്യൽ എന്ന പ്ലാറ്റ്ഫോമിൽ ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. ആക്രമണം പ്രധാനമന്ത്രി നെതന്യാഹു എടുത്ത തീരുമാനമായിരുന്നു, അത് ഞാൻ എടുത്തതല്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഖത്തറിനെ താൻ ഒരു ശക്തമായ സഖ്യകക്ഷിയും സുഹൃത്തും ആയി കാണുന്നുവെന്നും ആക്രമണത്തെക്കുറിച്ച് അറിയിച്ച ഉടൻ ഖത്തറിനെ അറിയിക്കാൻ താൻ നിർദ്ദേശിച്ചിരുന്നുവെന്നും എന്നാൽ അപ്പോഴേക്കും വളരെ വൈകിപ്പോയി എന്നുമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. ഗാസയിൽ വെടിനിർത്തൽ കരാറിൽ എങ്ങനെ എത്തിച്ചേരാം എന്നതിനെക്കുറിച്ച് ഹമാസ് ചില ആശയങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടയിലാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. ഇസ്രായേൽ ജയിലുകളിലെ പാലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതിനും സ്ഥിരമായ വെടിനിർത്തലിനും പകരമായി 60 ദിവസത്തെ വെടിനിർത്തലിന്റെ ആദ്യ 48 മണിക്കൂറിനുള്ളിൽ ശേഷിക്കുന്ന 48 ബന്ദികളെ മോചിപ്പിക്കാമെന്ന ഒരു അമേരിക്കൻ പദ്ധതിയും അപ്പോൾ ചർച്ചയിലുണ്ടായിരുന്നു. സമാധാന ശ്രമങ്ങൾ നടക്കുമ്പോൾ തന്നെ ആക്രമണം നടത്തിയത് നെതന്യാഹു സർക്കാരിന് ചർച്ചകളിൽ താല്പര്യമില്ല എന്നതിന് വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. ഖത്തറിന്റെ പരമാധികാരത്തെയും പ്രാദേശിക സുരക്ഷയും ലക്ഷ്യം വെച്ചുള്ള ഈ നീക്കം മേഖലയിലെ സമാധാന ശ്രമങ്ങളെ പാടെ തകർക്കുന്നുവെന്നും ഒരു വലിയ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാമെന്നും പല നയതന്ത്ര വിദഗ്ധരും ഭയപ്പെടുന്നു. 2023 ഒക്ടോബർ 7-ലെ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഹമാസ് നേതാക്കളെ ഉന്മൂലനം ചെയ്യുകയാണെന്ന് ആരോപിച്ച് ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ ലോകത്തെ ഒരു പുതിയ പ്രതിസന്ധിയിലേക്ക് നയിക്കുകയാണ്. ഒരു സമാധാന മധ്യസ്ഥനായി നിന്ന ഖത്തറിന്റെ മണ്ണിൽ നടന്ന ഈ ആക്രമണം ഈ മേഖലയിലെ സമാധാന ചർച്ചകളെ വഴിമുട്ടിച്ചേക്കാം. ലോകരാഷ്ട്രങ്ങൾ ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുമെന്നും ഈ ആക്രമണം മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കുമെന്നും ഉറ്റുനോക്കുകയാണ് ഈ ലോകം. ഇസ്രായേലിന്റെ ഈ അതിരുകടന്ന നടപടി അവരുടെ ലക്ഷ്യം ഹമാസിനെ ഇല്ലാതാക്കുക മാത്രമല്ല, മറിച്ച് ഒരു വലിയ യുദ്ധത്തിനുള്ള കളം ഒരുക്കുക കൂടിയാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു.